ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ബിസിനസ് ഇസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണർ വേറെ ബിസിനസ് വേറെ, അപ്പൊ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഫ്രം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, നോട്ട് ഫ്രം ദ ഓണേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുക, ഒരിക്കലും ഓണറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടായിരിക്കത്തില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഓണറുടെ ക്യാപിറ്റൽ ബിസിനസിന്റെ ഇൻകം ആയിട്ടല്ല, ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഒരിക്കലും നമ്മൾ ബിസിനസിന്റെ ഇൻകം ആയിട്ടല്ല കാണിക്കുന്നത്, നമ്മൾ ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മുടെ ക്യാപിറ്റലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതുന്ന കാര്യം അതുകൊണ്ടാണ്. പിന്നെ മിസ്റ്റർ റാം വിഡ്രോ 20,000 ഫോർ പേഴ്സണൽ യൂസ്, ഇറ്റ് റെക്കോർഡ് ആസ് ഡ്രോയിങ്സ് നോട്ട് ആസ് ബിസിനസ് എക്സ്പെൻസ്. അപ്പൊ പിന്നെ പേഴ്സണൽ ആവശ്യത്തിന് പ്രൊപ്പറേറ്റർ പൈസ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, അതൊരിക്കലും നമ്മുടെ ബിസിനസ് ഇൻകം അല്ല, അതിനെ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, അത് ബിസിനസ് ഇൻകം അല്ല, ബിസിനസ് എക്സ്പെൻസ് അല്ല, അതിനെ ഡ്രോയിങ്സ് ആയിട്ട് എഴുതുക, കാരണം പേഴ്സണൽ യൂസിന് എടുത്തുകൊണ്ട് പോയതായതുകൊണ്ട്. അപ്പൊ ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ഇനി മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് മോണിറ്ററി വാല്യൂല്, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. നോൺ മെഷറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. അതായത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. നോൺ മെഷറബിൾ ആയിട്ടുള്ള, നോൺ മോണിറ്ററി ടേംസിലുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. ഇനി എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് മെഷീനറി ₹2 lakh, അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി ഹോണസ്റ്റ് എംപ്ലോയീസ്, ഗുഡ് മാനേജ്മെന്റ്, കസ്റ്റമർ ലോയൽറ്റി. അപ്പോൾ എംപ്ലോയീസിന്റെ ക്വാളിറ്റീസ് ഇതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ബിസിനസ് ഇൻഡെഫിനിറ്റ് പീരീഡിലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും, ഉടനെ ഒന്നും ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. This concept assumes that the business will continue its operations indefinitely and is not likely to be liquidated in the near future. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല, ഇത് ഇൻഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. A machine purchased for 1 lakh with a useful life of 10 years is depreciated over its useful life. അപ്പോൾ നമ്മൾ ഒരു 1 lakh rupees നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ചു, 10 വർഷമാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ്. അത് നമ്മൾ ആ 10 years കൊണ്ടായിരിക്കും റൈറ്റ് ഓഫ് ചെയ്യുന്ന അതിന്റെ ഡിപ്രീസിയേഷൻ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷൻ കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഡിപ്രീസിയേഷനെ നമ്മൾ 10 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, 10 yearsലായിട്ട് കുറേശ്ശെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്ത അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ലൈഫ് ഓഫ് എ ബിസിനസ് ഇസ് ഡിവൈഡ് ഇൻടു ഈക്വൽ ടൈം പീരീഡ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ നമുക്ക് പ്രോഫിറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇൻഡെഫിനിറ്റ് പീരീഡിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ വർഷവും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡിന്റെ ഹെൽപ്പ്. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസിന്റെ പ്രോഫിറ്റ് എല്ലാ വർഷവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻഡെഫിനിറ്റ് പീരീഡിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നുള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല ആ ഇൻഡെഫിനിറ്റ് പീരീഡ് കംപ്ലീറ്റ് ആവാനും ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യാനും, എന്നിട്ട് പ്രോഫിറ്റ് കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ വർഷവും പറഞ്ഞോ. ഓക്കെ, ഓരോ വർഷവും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. എ ബിസിനസ് പ്രിപ്പയർ ഇറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ദ year 1st April 2024 to 31st March 2025 to find annual profit. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വെച്ചിരിക്കുന്നത് 1st April ഓഫ് കറണ്ട് ഇയർ ടു 31st March ഓഫ് നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ ആ ഒരു പീരീഡിലാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഇയറിലെ 1st April തൊട്ട് നെക്സ്റ്റ് ഇയറിലെ 31st March വരെ അങ്ങനെയാണ്.
അക്കൗണ്ടിങ് പീരീഡ് എടുക്കുന്നത്. ഇനി കോസ്റ്റ് കോൺസെപ്റ്റ്. എല്ലാ അസറ്റ്സ് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. അത് പർച്ചേസ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ മാർക്കറ്റ് വാല്യൂലല്ല. ചിലപ്പോൾ മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ആ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുതലായിരിക്കും, പക്ഷെ നമ്മൾ ആ മാർക്കറ്റ് വാല്യൂലല്ല റെക്കോർഡ് ചെയ്യുക. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അസറ്റിന്റെ ബുക്ക് വാല്യൂലായിരിക്കും. അസറ്റിന്റെ ഇൻവോയ്സിൽ ഏത് ഇൻവോയ്സ് നമ്മൾ എത്ര വാല്യൂലാണോ കിട്ടിയത് ആ ഇൻവോയ്സ് വാല്യൂലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ അതിന്റെ ഇൻസ്റ്റാളേഷൻ ചാർജസ്, അതിന്റെ ക്യാരേജ്, അത് വർക്കിംഗ് കണ്ടീഷനിൽ എത്തിക്കും വരെ എന്തൊക്കെ കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ടോ ആ കോസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതും കോസ്റ്റ് കോൺസെപ്റ്റിനകത്ത് പറയുന്നുണ്ട്. എക്സാമ്പിൾ, ലാൻഡ് പർച്ചേസ്ഡ് 5 lakh is shown in the balance sheet at 5 lakh even if the current market value is 8 lakh. ഇനി നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു, 5 lakh rupeesനാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ആ ലാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 lakh ഉണ്ട്, എന്നാലും നമ്മൾ നമ്മുടെ ബുക്സിൽ നമ്മൾ പർച്ചേസ് ചെയ്ത വാല്യൂവിനെ കാണിക്കത്തുള്ളൂ 8 lakh. നെക്സ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ ബിസിനസ്സും 2 ആസ്പെക്ട് റെക്കോർഡ് ചെയ്യും. ഒരു ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്ട് റെക്കോർഡ് ചെയ്യും, ഡെബിറ്റും ക്രെഡിറ്റും. ദിസ് ഈസ് എ ബേസിസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പൊ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ഗുഡ്സ് വർത്ത് 30,000 ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം രവി. ഇപ്പൊ രവി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ക്രെഡിറ്റിന്. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 30,000 ടു രവി അക്കൗണ്ട് ക്രെഡിറ്റ് 30,000. അപ്പം പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, രവി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്ററും നമുക്ക് വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി കോൺസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ്. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് ഓർ റിയലൈസ്ഡ്. റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് നമ്മൾ ഏൺ ചെയ്യും അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ ക്യാഷ് കിട്ടുമ്പോഴല്ല. നമുക്ക് ആ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യണോ ആ ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇൻകം കിട്ടാനായിട്ട് എലിജിബിൾ ആവും. ഓക്കെ, അപ്പൊ എപ്പോഴാണോ നമ്മൾ ആ റവന്യൂ ഏൺ ചെയ്യുന്നത്, അതായത് ആ റവന്യൂ കിട്ടാൻ എലിജിബിൾ ആവുന്നത്, ആ സമയത്ത് നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. അല്ലാതെ ക്യാഷ് റിസീവ് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗുഡ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ഫോർ 50,000 ഇൻ മാർച്ച് 2025 വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് മാർച്ച് 2025. അപ്പോൾ ക്രെഡിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്തേക്കാണ് 50,000, മാർച്ച് 2025 സെയിൽ ചെയ്തത്. അതിനെ നമ്മൾ മാർച്ചിൽ ഇൻകം ആയിട്ട് തന്നെ കാണിച്ചു, പക്ഷെ ഏപ്രിലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. നമ്മുടെ ഒബ്ലിഗേഷൻ എന്തായിരുന്നു? ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതായിരുന്നു കസ്റ്റമറിന്. അത് നമ്മൾ ചെയ്തു, മാർച്ചിൽ തന്നെ ചെയ്തു. അതുകൊണ്ട് നമുക്കത് മാർച്ചിലെ ഇൻകമായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാം, ഏപ്രിലിൽ പൈസ കിട്ടുന്നവരെ കാത്തു നിൽക്കണ്ട. അപ്പൊ അതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഓഫ് ദ സെയിം അക്കൗണ്ടിങ് പീരീഡ്. നമ്മളെ എക്സ്പെൻസസ് നമ്മുടെ സെയിം അക്കൗണ്ടിങ് പീരീഡിന്റെ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം. ടു അസർട്ടൈൻ ദ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂ ആ അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെയിം ഇയറിലെ എക്സ്പെൻസസ് ഇൻകവും സെയിം ഇയറിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. എക്സാമ്പിൾ, കമ്മീഷൻ പെയ്ഡ് ടു സെയിൽസ്മാൻ ഫോർ സെയിൽസ് മെയ്ഡ് ഇൻ മാർച്ച് should be charged as expense of March 2025 even if paid in April. അപ്പോൾ നമ്മൾ സെയിൽസ്മാന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, മാർച്ച് 2025 കമ്മീഷനാണ്, അതായത് മാർച്ചിൽ നടന്ന സെയിൽസിന്റെ കമ്മീഷനാണ്, പക്ഷേ ഏപ്രിലാണ് പേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ പേ ചെയ്തു എന്നുള്ളതല്ല, ഏത് പീരീഡിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, all material and relevant information relating to financial statement should be fully disclosed to enable users to make informed decision. അപ്പോൾ നമ്മുടെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും കണ്ടിജന്റ് ലയബിലിറ്റീസ് ഉണ്ടോ? നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൻഡിങ് ലിറ്റിഗേഷൻ ഉണ്ട്, കോർട്ടിൽ പെൻഡിങ് ലിറ്റിഗേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കാം. പിന്നെ അക്കൗണ്ടിങ് പോളിസീസ്, നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യാൻ
അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ മെത്തേഡ് അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കൂടാതെ സ്ട്രെയിറ്റ് ലൈൻ ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ഈ ഡിസ്ക്ലോഷർ എല്ലാം ചെയ്യേണ്ടത്. ഇനി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയുവാണെങ്കിൽ വൺസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡ് ഇസ് അഡോപ്റ്റഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്ലി ഫോളോഡ്. നമ്മൾ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ സെയിം ഇയറിൽ, അതായത് എല്ലാ വർഷവും ഇയർ ടു ഇയറിൽ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, നെക്സ്റ്റ് ഇയർ നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. Once an accounting method is adopted, it should be consistently followed from year to year to ensure comparability of financial statements. പിന്നെ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇഫ് എ ഫേം യൂസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, ഒരു ഫേം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാ വർഷവും അവർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം, അൺലെസ് എ ചേഞ്ച് ഇസ് ജസ്റ്റിഫൈഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്. അല്ല, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ വേണം. ആ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുകയും കൂടെ വേണം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഈ കൺസിസ്റ്റൻസി കോൺസെപ്റ്റിന് എക്സംഷൻസ് ഉണ്ട്. അതായത് നമ്മളോട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയാണ്, നിങ്ങളുടെ അക്കൗണ്ടിങ് മെത്തേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി അനുസരിച്ച് മാറ്റിക്കൊള്ളാൻ പറഞ്ഞാൽ നമുക്ക് മാറ്റാം. പിന്നെ സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോ പറയാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ തൊട്ട് നിങ്ങൾ ഈ കൺസേൺഡ് ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ബിലോങ് ടു സിമെന്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് മെത്തേഡ് ഇപ്പം സ്റ്റാറ്റ്യൂട്ടിൽ മെൻഷൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റാം. അതുകൂടാതെ പിന്നെ നമുക്ക് ബെറ്റർ പ്രസന്റേഷൻ എന്നൊരു ഓപ്ഷനും കൂടെ എടുക്കാം. പക്ഷേ ഈ ബെറ്റർ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു റീസൺ നമ്മൾ എടുക്കണമെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ബെറ്റർ പ്രസന്റേഷൻ എൻഷുർ ചെയ്യുന്നതെന്നും കൂടെ അത് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ 3 റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി കോൺസെപ്റ്റിന്റെ എക്സംഷൻ ആണ്, നമുക്ക് അക്കൗണ്ടിങ് മെത്തേഡ് മാറ്റി വേറെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ്. കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, anticipated loss should be provided for but anticipated profit should not be provided. നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ ലോസ് ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പ്രോഫിറ്റ്സ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ എഴുതി വെക്കാൻ പറ്റത്തില്ല, പക്ഷെ ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രൊവിഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡൗട്ട്ഫുൾ ഡെറ്റ്, നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്ന ബാഡ് ഡെറ്റിനൊക്കെ നമ്മൾ പ്രൊവിഷൻസ് വെക്കാറുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. സ്റ്റോക്കിനെ നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കുറവ് ഏതാണോ അതിലായിരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്യുക. ഇതെല്ലാം ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റ് കാരണമാണ്. അപ്പോൾ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് പറയുന്നത്, വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് വി ആർ എക്സ്പെക്ടിങ് ബട്ട് നോട്ട് ഫോർ എനി ഇൻകം ഓർ ഗെയിൻ, അങ്ങനെയും പറയാം. ഓക്കെ, കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റിന്. ഇനി അടുത്തത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, only those items which are material significant should be disclosed separately. അപ്പം only those items which are material, അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇമ്മെറ്റീരിയൽ ഐറ്റംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇമ്മെറ്റീരിയൽ ഐറ്റം എന്ന് പറയാൻ നമ്മളിപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കുകയാണ്, അതൊക്കെ നമുക്ക് ഫിക്സഡ് അസറ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. അതിനെയൊക്കെ മിസ്ലേനിയസ് എക്സ്പെൻസസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല, സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 1 crore വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ ലാസ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ വെരിഫയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് എവിഡൻസ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം അക്കൗണ്ടിങ് റെക്കോർഡ്സിന്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് വെറുതെ എഴുതി വെച്ചാൽ പോരാ, പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം.
അത് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയനോ എസ്റ്റിമേറ്റോ ഒന്നും ആവാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ പർച്ചേസ് ഇൻവോയ്സ്, റെസീപ്റ്റ്, എഗ്രിമെന്റ്, വൗച്ചേഴ്സ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ് എവിഡൻസുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലെ കൺവെൻഷൻസ് അല്ലെ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് 12, ഇത് ഇത്രയും, ഈ കോൺസെപ്റ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?